ഞാൻ ഡോക്ടർ നീതു തമ്പി, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ് ആണ്, സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്. മെയ് 31 എല്ലാ വർഷവും വേൾഡ് നോ ടൊബാക്കോ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ്. ടൊബാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയില എന്ന് പറയുന്ന ചെടിയുടെ ഇലയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ്. ഇത് പല രീതിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പല ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. അത് കൂടിയിട്ട് നമ്മൾ ഈ സിഗരറ്റിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ശ്വസിച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ഈ കെമിക്കൽസ് ആണ് പലപ്പോഴും കാർസിനോജൻസ് അഥവാ ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽസ് നമ്മുടെ ഉള്ളിൽ എത്തിക്കുന്നത്. അത് ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ, അതേപോലെ ഓറൽ ക്യാവിറ്റി, വായിൽ പലയിടത്തുമുള്ള ക്യാൻസർ, ആമാശയത്തിൻ്റെ ക്യാൻസർ, ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഈയിടെയായിട്ടുള്ള പല പ്രോഡക്ട്സും വളരെ ക്യാമഫ്ലാജ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇതൊരു ടൊബാക്കോ പ്രോഡക്റ്റാണ്, ഇതിന് ഈ സൈഡ് എഫക്ട്സ് എല്ലാം ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇറക്കുന്നത്. ഇത് പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനെ, കുട്ടികളെയും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആളുകളെയൊക്കെ, യങ്ങർ ആയിട്ടുള്ള ഒരു ജനറേഷനെ കൂടിയിട്ട് ഈ അഡിക്ഷനിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ടാർഗറ്റോട് കൂടിയാണ് പലതും ഇറക്കുന്നത്. വെയ്പ്പിംഗ് അല്ലെങ്കിൽ ഇ സിഗരറ്റ്സ് മുതലായവ കുറേ കൂടിയിട്ട് സോഷ്യൽ ആക്സെപ്റ്റൻസ് വരുന്നുണ്ട്. കാരണം ഇതിന് പുക പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇതിലും അടങ്ങിയിട്ടുള്ളത് അപ്പോഴും നിക്കോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതേ കെമിക്കൽ തന്നെയാണ്. നിക്കോട്ടിൻ്റെ എല്ലാ സൈഡ് എഫക്ട്സും സ്മോക്ക്ലെസ് ആയിട്ടുള്ള ടൊബാക്കോ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്ട്സിലും ഉണ്ടാവും. ഈ വർഷത്തെ വേൾഡ് ടൊബാക്കോ ഡേൻ്റെ മെയിൻ എയിം തന്നെ യങ്ങർ ജനറേഷനെ ടൊബാക്കോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്.